In the top headlines. CPIM 24-ാം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ തുടക്കം. മുതിർന്ന നേതാവ് ഭീമൻ ബസു പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിനെ പിന്തുണച്ച് പാർട്ടി കോൺഗ്രസിൽ പ്രമേയം. സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ കോൺഗ്രസ് ശ്രമിക്കുന്നു. അധിക വരുമാനം കണ്ടെത്താനുള്ള നീക്കങ്ങൾക്ക് പൂർണ്ണ പിന്തുണയെന്നും പ്രമേയം. വഖഫ് നിയമ ഭേദഗതി ബിൽ ഇന്ന് പാർലമെന്റിൽ 12 മണിയോടെ അവതരിപ്പിക്കും. ബില്ലിന്മേൽ 8 മണിക്കൂർ നീളുന്ന ചർച്ച. ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു സംസാരിക്കും. ഒറ്റക്കെട്ടായി എതിർക്കാൻ ഇന്ത്യ സഖ്യം. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനം നേരിട്ട കഴകക്കാരൻ ബാലു രാജിവെച്ചു. അവധിക്ക് ശേഷം ജോലിയിൽ പ്രവേശിക്കാനിരിക്കെ ദേവസ്വം ഓഫീസിലെത്തി രാജിക്കത്ത് കൈമാറി. വ്യക്തിപരമായ കാരണങ്ങളിലാണ് രാജിയെന്ന് കത്തിൽ. രാജി സ്വീകരിച്ചതായി കൂടൽമാണിക്യം ദേവസ്വം. റാങ്ക് പട്ടികയിലെ രണ്ടാമനെ പരിഗണിക്കുമെന്ന് KDRB ചെയർമാൻ. എമ്പുരാന്റെ റീ എഡിറ്റ് പതിപ്പ് തിയേറ്ററുകളിൽ. തിരുവനന്തപുരം ആർട്ടെക് മാളിൽ ഇന്നലെ പ്രദർശിപ്പിച്ചു. പുതിയ പതിപ്പിൽ മാറ്റം. 24 ഭാഗങ്ങളിൽ. വില്ലന്റെ പേരിലും മാറ്റം. കോഴിക്കോട് കുറ്റ്യാടിക്ക് സമീപം സ്വകാര്യ ബസ് ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. മർദ്ദനം ഗതാഗതം തടസ്സപ്പെടുത്തി പാർക്ക് ചെയ്ത കാർ മാറ്റാൻ ആവശ്യപ്പെട്ടപ്പോൾ മർദ്ദിച്ചത്. സംഭവം നോക്കി നിന്ന നാട്ടുകാരൻ. കോഴിക്കോട് സ്വദേശി മുഹമ്മദിനെതിരെ കേസ്. കൊല്ലം കരുനാഗപ്പള്ളി സന്തോഷ് വധക്കേസിൽ മുഖ്യ സൂത്രധാരൻ പിടിയിൽ. ഒളിവിൽ കഴിഞ്ഞ പങ്കജിനെ പിടികൂടിയത് കല്ലമ്പലത്ത് നിന്ന്. ഒന്നാം പ്രതി അടക്കം 2 പേർക്കായി അന്വേഷണം തുടരുന്നു. കോഴിക്കോട് ബാലുശ്ശേരിയിൽ മകന്റെ മർദ്ദനമേറ്റ് അമ്മയ്ക്ക് ഗുരുതര പരിക്ക്. കണ്ണാടിപ്പോയിൽ സ്വദേശി രതി ചികിത്സയിൽ. തല ചുമരിൽ ഇടിച്ചെന്നും അടിവയറ്റിൽ ചവിട്ടിയെന്നും പരാതി. അക്രമത്തിന് പിന്നിൽ സ്വത്തു തർക്കവും കുടുംബ പ്രശ്നവുമെന്നും ആരോപണം. സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യത. എറണാകുളം, പാലക്കാട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇനി ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പ്. ഡൊണാൾഡ് ട്രംപിന്റെ ആഗോള തീരുവ പ്രഖ്യാപനം ഇന്ന്. ആശങ്കയിൽ ലോകവിപണി. ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾക്ക് 20% തീരുവ വന്നേക്കും. IPL-ൽ ഇന്ന് ബംഗളൂരു ഗുജറാത്ത് പോരാട്ടം. മത്സരം രാത്രി 7:30 ബംഗളൂരുവിൽ. ജയം തുടരാനുറച്ച ടീമുകൾ.